ഇടി മഴ കാറ്റ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പമുള്ളത് സംവിധായകൻ അംബ്ലീസ് രംഗൻ, നിർമ്മാതാവ് ജിഷ്ണു, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നടൻ ശ്രീനാഥ് വാസി. നമുക്ക് സംവിധായകനിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ ഇടി മഴ കാറ്റ് എന്ന് പറയുമ്പോൾ ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു വാക്കുകളാണ്. പക്ഷെ നമുക്ക് ഈ ഒരു പോസ്റ്ററും ഇതിൻ്റെ ഒരു ടീസറൊക്കെ കാണുമ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് ഇടി മഴ കാറ്റ്, ഒരു സിനിമയുടെ ആശയം എന്താണ്? ഇടിമഴ കാറ്റ് പ്രതിനിധാനം ചെയ്യുന്നതേ അതിൽ 4 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഈ കഥാപാത്രങ്ങളെ സൊസൈറ്റിയിൽ അവരെ കാണുന്ന കാഴ്ചപ്പാട് ഒരു തരത്തിൽ ഒരു ഭ്രാന്ത്, ഒരു നോർമലല്ല എന്ന് കാണപ്പെടുകയാണ്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സിനെ അല്ലെങ്കിൽ തോട്ട്സിനെ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഇടിമഴ കാറ്റ്. എസ്പെഷ്യലി ശ്രീധരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. അത് ഒരു ട്യൂഷൻ മാസ്റ്ററാണ്, ഒരു കെമിസ്ട്രി സാറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യൂസ് കംപ്ലീറ്റും കെമിസ്ട്രിയേക്കാൾ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ വ്യൂസ് പൊളിറ്റിക്സിലാണ്. അപ്പോൾ പുള്ളിയുടെ ഉള്ളിൽ നടക്കുന്ന കുറേ സംഘർഷങ്ങളുണ്ട്. അത് സൊസൈറ്റിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഘർഷങ്ങൾ. അദ്ദേഹം കാണുന്ന കാഴ്ചകളിൽ തന്നെ കാണുന്ന പൊളിറ്റിക്സാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം തന്നെ പറയുന്നുണ്ട്, എൻ്റെ തലയ്ക്കുള്ളിൽ മുഴുവൻ ഇടിയും മഴയും കാറ്റുമാണ്. അതിനെ നിങ്ങൾ ഭ്രാന്തെന്ന് വിളിക്കുകയാണെങ്കിൽ ഐ എം നോട്ട് ബോദർ, അത് ഭ്രാന്ത് തന്നെയാണ്, അതിൻ്റെ മാത്രം പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രതിനിധാനം ചെയ്യുന്നത് ഉള്ളിലെ ഒരു കോൺഫ്ലിക്റ്റുകളെയാണ്, തോട്ട്സുകളെയാണ്, ആശയങ്ങളെയൊക്കെയാണത്. അത് പ്രകൃതിയിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആണല്ലോ, ഒരു ഇതാണല്ലോ, നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അതാണ്, അതിനപ്പുറത്തേക്കുള്ള ആഴങ്ങളൊന്നും ഇല്ല ആ പേരിൽ. അത്ര ഇപ്പോൾ ശ്രീനാഥ് വാസിയിലെ അജിത്ത് അല്ലേ, ഒരു അധ്യാപകനാണ് അതിൽ. അതെ. എന്താണ് ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളത്? അതിപ്പോൾ മറ്റേ സ്കൂൾ ഓഫ് റോക്കി പറഞ്ഞ ദോസ് ഹു കാൻ ടീച്ച് എന്ന് പറയണ്ട പടത്തിൽ, അതുപോലത്തെ ക്യാരക്ടറാണ് എൻ്റെ. ഐ എം മോർ ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്. അപ്പോൾ പുള്ളി കെമിസ്ട്രി പഠിപ്പിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. പുള്ളിയുടെ പരിപാടികൾ എന്താ പറയുക, ഉദ്ദേശിച്ച ജോലിയല്ല പുള്ളി ചെയ്യുന്നത്, ഐ ബിലീവ്. അപ്പോൾ അങ്ങനത്തെ, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഹാസ് സർട്ടൻ ഇഷ്യൂസ് ദാറ്റ് ഹി ഹാസ് ടു ഡീൽ വിത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ ഈ പറഞ്ഞ പോലെ ഔട്ട്കാസ്റ്റാണ് പുള്ളി. അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രം, അങ്ങനത്തെ ഓരോ കഥാപാത്രങ്ങൾക്കുണ്ട്. ചെമ്പനും സുധിക്കും, ഓൾ ഓഫ് ദം ഹാവ്. ആൻഡ് ഈ പറഞ്ഞ കെയോസ്, ഇടിമഴക്കാറ്റെന്ന് പറഞ്ഞ സംഭവം ശരിക്കും നല്ലതാണല്ലോ. ഇപ്പോൾ ഒരു ക്ലൈമാക്സ് ഒക്കെ പോലെ കുറച്ച് ഇടിമഴയും കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് യു ഫീൽ ലൈക്ക് യു ക്ലെൻസ്ഡ്, ഓർ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വന്ന പോലെയോ എന്തെങ്കിലും ഒന്ന് കുളിച്ചിറങ്ങിയ പോലെയോ. ഇറ്റ്സ് സ്പീക്കിംഗ് എ ലോട്ട് ഓഫ് തിങ്സ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അമ്പിളിച്ചേട്ടൻ എനിക്ക് തോന്നുന്നു കട്ടിലേന്ന് നിന്ന് എണീറ്റൊന്നും ഉണ്ടാക്കിയ പടം. അതിനെക്കുറിച്ച് പുള്ളി പിന്നെ പറയും. ഹി വാസ് നോട്ട് റിയലി ഡൂയിങ് വെൽ ഫിസിക്കലി. അപ്പോൾ ഇറ്റ് വാസ്, ഐ തിങ്ക്, ഒരു പേഴ്സണൽ സ്ട്രഗിളും കൂടെ ആയിരുന്നു ടു പ്രൂവ് എ പോയിന്റ് ഓഫ് മേക്ക് എ ഫിലിം. സോ അങ്ങനെ കുറച്ചധികം ടൈമൊക്കെ എടുത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുണ്ടായ ഒരു സിനിമയാണ്. അപ്പോൾ ഐ ബിലീവ് പീപ്പിൾ ലൈക്ക് ഇറ്റ്. കാരണം ഇതിൻ്റെ ഈ പറയുന്ന സബ്ജക്റ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. യൂഷ്വലി നമ്മൾ സംസാരിക്കാത്ത ഔട്ട്കാസ്റ്റുകളെയും ആൾക്കാർ തള്ളി പറയുന്ന ആൾക്കാരെയൊക്കെ വെച്ചിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടം. കാരണം നമ്മൾ കാണുന്ന ഒരു പൊതുവേ കാണുന്ന ഒരു സ്ട്രെങ്ത് ഉള്ള സൊസൈറ്റിയല്ല നമ്മൾ ചിലപ്പോൾ അരികിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന ആ സൊസൈറ്റിയെ അത് പ്രതിനിധാനം ചെയ്യുന്നത്. അത് ഇൻക്ലൂഡിങ് നമ്മളുടെ ഇവിടെ മൈഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ, അതായത് പറയുന്ന തൊഴിൽ അന്വേഷിച്ച് വരുന്ന ആൾക്കാരുടെ അതൊരു ട്രാക്കിലൂടെ പോകുന്നു. അവരൊരു അരികിലുള്ളതാണ്. അവരുണ്ടാക്കുന്ന സൊസൈറ്റിയിലെ കോൺഫ്ലിക്റ്റുകളും അവരുണ്ടാക്കുന്ന സൊസൈറ്റിയിലെ ഇൻസിഡൻസുകളും ഒക്കെ അത് റിലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാരക്ടർ വൈസ് എനിക്ക് തോന്നുന്നു, ഞാനത് അമൽ പിരപ്പൻകോട് 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം കിട്ടിയ എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്. കഴിഞ്ഞ വർഷം ഇദ്ദേഹത്തിന് ഗീതാ ഹിരൺമയൻ അവാർഡ് കേരള സ്റ്റേറ്റിൻ്റെ കിട്ടിയിട്ടുണ്ട് ചെറുകഥയ്ക്ക്. അത് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടറെ സംസാരിക്കും, ഈ ക്യാരക്ടറുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അമൽ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ്, നിങ്ങളുടെ ഒരു കൊളാബറേഷൻ എങ്ങനെയാണ്? അമൽ ഒരു കാർട്ടൂണിസ്റ്റും കൂടിയാണ്. അതെ. അമൽ ഞാൻ ഈ സിനിമ ഒരു ഇത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു സിനിമയെക്കുറിച്ചാണ് ആലോചിക്കുന്ന സമയത്ത് ഞാൻ അമലിൻ്റെ ഒരു പുസ്തകം വായിക്കാനും, അത് മലയാള മാഗസിനിൽ വന്നൊരു പുസ്തകത്തിൻ്റെ ഒരു ചാപ്റ്റർ വായിക്കുമ്പോഴാണ് ഞാനുമായിട്ട് റിലേറ്റഡ് ആണ് ഈ റൈറ്ററെന്ന് തോന്നുകയും കണ്ടുമുട്ടുകയും. അങ്ങനെയല്ല, അമലിൻ്റെ എഴുത്തിൻ്റെ ശൈലി വളരെ വളരെ സാധാരണക്കാരുടെ എഴുത്ത് ശൈലിയാണ്. ഈ സിനിമയിലും തന്നെ സാധാരണക്കാർ കണ്ടാൽ നമ്മൾ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ അറിയാം, എല്ലാവരും സാധാരണ മനുഷ്യരാണ്.
എല്ലാവരും ഒരു തരത്തിലുള്ള വർണ്ണപ്പകിട്ടുകളൊന്നും ഇല്ലാതെ സാധാരണ ജീവിക്കുന്ന മനുഷ്യരാണ്. അത് പോർട്രേറ്റ് ചെയ്യാനായിട്ട് എഴുതുന്ന നല്ലൊരു എഴുത്തുകാരനാണ്, യുവസാഹിത്യകാരനാണ് അമൽ. അമലിനെ ഞാൻ പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നൊരു കാര്യം, അമലിനെക്കുറിച്ച് അവർക്ക് കൂടുതൽ അറിയാമായിരിക്കും വായനയിലൂടെ. എനിക്ക് ആ ക്യാരക്ടർ അജിത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ, അദ്ദേഹത്തിനെ പൊളിറ്റിക്സ് എന്നാണ് നാട്ടിൽ വിളിക്കുന്നത്. ആ ക്യാരക്ടർ ഞാൻ അത് മനസ്സിലാക്കുന്ന സമയം തന്നെ എൻ്റെ മനസ്സിൽ ശ്രീനാഥ് വാസി തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ ശ്രീനാഥ് വാസി കണ്ടെത്തുകയും ഈ നാല് ക്യാരക്ടേഴ്സ് ഈക്വലായിട്ട് വന്നിരുന്നു. അതിൽ അധ്യാപകനാകുന്ന പൊളിറ്റിക്സ് എന്ന് വിളിക്കപ്പെടുന്ന ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും കെമിസ്ട്രി പഠിപ്പിക്കുമ്പോൾ അത് പൊളിറ്റിക്സിലേക്ക് തെന്നി പോകുന്ന മനസ്സുള്ള ആ ക്യാരക്ടർ അത് ശ്രീനാഥ് ബാസി തന്നെയായിരുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ മനസ്സിൽ ശ്രീനാഥ് ബാസിയിലാണ്. എനിക്ക് ഇതിനു മുമ്പ് അങ്ങനെ ഒരു അധ്യാപകന്റെ വേഷം ഭ്രാന്തുണ്ട് മറ്റേത് ഓക്കെ ബാസി റൈറ്റ് അവേ. അല്ല ഇറ്റ് വാസ് ഇൻ എ ടഫ് കാസ്റ്റിംഗ് ഫോർ യു. അത് മാത്രമല്ല വളരെ മനോഹരമായിട്ട് അത് ചെയ്യുകയും ചെയ്തു. രണ്ട് സ്ഥലത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പാസ്റ്റും അദ്ദേഹത്തിൻ്റെ പ്രസംഗം അത് ഭയങ്കര രസമായിട്ട് ചെയ്തു. I think we reshot some parts of it as well. അപ്പോൾ I had time to work on the character. അപ്പോൾ ഷൈൻ പറഞ്ഞിട്ടുള്ള പോലെയാണത് ജീവിതത്തിൽ ഒരു ചാൻസും കൂടെ കിട്ടണം ചാൻസ്. ഇറ്റ്സ് അങ്ങനത്തെ എന്താ പറയുക ലക്ഷറി അല്ലാത്തതുമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബട്ട് ഐ തിങ്ക് ആ റീഷൂട്ടൊക്കെ ഐ തിങ്ക് വുഡ് ഹാവ് ബീൻ is for the good of the film. So ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷൂട്ടായിരുന്നു. കാരണം എല്ലാവരുടെ സെപ്പറേറ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് പോർഷൻസ് മാത്രമാണ് നമ്മൾ ഒരുമിച്ചുള്ളത്. അതും പിന്നെ ഈ all these actors are impeccable. അപ്പോൾ to have an opportunity to do ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ഇത് ആൾക്കാർ സംസാരിക്കാറില്ല ഇങ്ങനെ. സോ ഐ എം വെരി ഹാപ്പി, എസ്പെഷ്യലി റൈറ്റർ ആൻഡ് മ്യൂസിക് ഡയറക്ടർ. ഇപ്പോൾ ടീസർ റിലീസ് ചെയ്തപ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ശ്രീനാഥ് ബാസിയുടെ വേറൊരു സ്ലാങ്, നമ്മൾ ഇതുവരെ കാണുന്ന ഒരു തരം അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. അപ്പോൾ അത് എങ്ങനെയായിരുന്നു? അത് ഞാൻ പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ചെമ്പൻ വിനോദ് ചെയ്ത ക്യാരക്ടർ ആണെങ്കിൽ വേറെ. അതെ, ചെമ്പൻ വിനോദ് ജോസിൻ്റെ ക്യാരക്ടർ പാലക്കാടിലെ കൃത്യമായി കൊല്ലങ്കോട് ഭാഷയിലെ ആ തമിഴ് ചുവയുള്ള സ്ലാങ്ങാണ് സംസാരിക്കുന്നത്. ഈ സിനിമയിൽ 4 ആക്ടേഴ്സും അവരവരുടെ ഡയലക്ട്സ് അവരവരുടെ ശൈലിയിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടില്ല. അത് മനഃപൂർവ്വമായിരുന്നോ? അല്ല, അത് ഈ ആക്ടേഴ്സ് ഈ ക്യാരക്ടേഴ്സായിട്ട് വന്നപ്പോൾ മനഃപൂർവ്വം അങ്ങനെ ആയതോ അതോ എഴുതുമ്പോൾ തന്നെ അങ്ങനെ? പിന്നെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ എപ്പോഴും നമ്മൾ ട്രിവാൻഡ്രം സ്ലാങ് ആക്ടേഴ്സ് ചെയ്യുന്ന കാണുമ്പോൾ എപ്പോഴും അതിനകത്തൊരു ചെറിയ എക്സാജറേഷൻ. അതെ അതെ. പക്ഷേ അത് വളരെ മനോഹരമായിട്ട് ശ്രീ തന്നെയാണ് പറഞ്ഞത്. അതൊരു കെമിസ്ട്രി സാറാണ്, അദ്ദേഹത്തിന് ലോകത്തിൻ്റെ വേറൊരു വ്യാപ്തി ഉണ്ടാകും. പറയുന്ന സ്ഥലത്ത് വരുമ്പോഴേ അങ്ങനെ തന്നെ പറയണം. പക്ഷേ ഒരിക്കലും ആ ട്രിവാൻഡ്രത്തിൻ്റെ നേറ്റിവിറ്റിയുടെ ബോർഡർ കളയാതെയാണ് ചെയ്തത്. അത് ശരിക്ക് ടീസർ ഇറങ്ങിയപ്പോൾ അത് ഓഡിയൻസ് സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം. ഇതുകൊണ്ട് രണ്ട് ട്യൂണായതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോൾ എന്നെ ഇവിടെ കൊച്ചിയിൽ ശ്രീനാഥ് എന്ന് വിളിക്കുന്നത്, അവിടെ വിളിക്കുന്നത് 2 ഡിഫറെൻറ്റ് തിങ്സ്. അപ്പോൾ ഇത്ര എവിഡൻ്റ് ആണെന്ന് എനിക്ക് അറിയില്ല ഞാൻ ചെയ്തപ്പോൾ ഐ തിങ്ക് സോ. പക്ഷേ ഇൻ റിയാലിറ്റി രണ്ട് ട്യൂണാണ്. പുതിയ നിർമ്മാതാവാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തിയത്? അപ്പോൾ എല്ലാം കുറച്ച് ഇവർ പറഞ്ഞ റൈറ്റർ പുതിയതാണ്, ഡയറക്ടർ പുതിയതാണ്. ചട്നി പ്രൊജക്റ്റായിട്ട് വന്നാലും പിന്നെ കഥ കേട്ടൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ അമലിൻ്റെ അതായിട്ട് അത്യാവശ്യം ഒക്കെ വായിക്കുന്നതാണ്. അത് കേട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ പടം എൻ്റെ വിഞ്ചി ക്രിയേഷൻ്റെ പേരത് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് സൗഹൃദങ്ങളുണ്ട്. 5-6 ആൾക്കാർ കൂടിയാണ് പ്രൊഡ്യൂസറായി. നിങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. എല്ലാവരും നല്ല ടെക്നീഷ്യൻസാണ്, എല്ലാ ആൾക്കാരും. ഗൗരി, പിന്നെ എഡിറ്റർ മനോജേട്ടൻ, സൗണ്ട് ജയദേവൻ, എല്ലാം നല്ല ടീമായിട്ട് നമ്മളെ ഹെൽപ്പിംഗ് ആയിട്ട് എല്ലാവരും ആൾക്കാരുണ്ടായിരുന്നു. ഒരു കൂട്ടായ്മയാണ്. എനിക്കൊണ്ട് ഗൗരി മ്യൂസിക് ത്രൂ ഔട്ട് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. എനിക്കൊണ്ട് അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നുന്നു. അതും പാട്ട് ഭയങ്കര ഹിറ്റാണ്. ബിക്കോസ് നമ്മുടെ ഇവിടെ സൗണ്ട്സ്കേപ്പ് ഏകദേശം പ്രഡിക്റ്റബിൾ എന്നുള്ളൊരവസ്ഥയിൽ നമ്മളെപ്പോഴും പല പുതിയ പരിപാടികൾ ചെയ്യുന്നുണ്ട്. എനിക്കാണ് കേരളത്തിൽ നമ്മൾ പെട്ടെന്ന് ബോറടിക്കുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് എവ്രിവെയർ എൽസ്. അപ്പോൾ ഇൻ ദാറ്റ് കേസ് ഗൗരി ലക്ഷ്മീസ് മ്യൂസിക് വുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ഐ തിങ്ക് ഇൻഡി സീനിലെ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്, അവർ കേൾക്കുന്നതാണ് ഗൗരിയുടെ മ്യൂസിക്കൊക്കെ. അപ്പോൾ സിനിമയിൽ ഈ പറയുന്ന പോലെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഷുഡ് കം.
ആസ് മ്യൂസിക് ഡയറക്ടേഴ്സ് ആൻഡ് യുനോ ഫ്ലേവർ വേറെ സൗണ്ട്സ്കേപ്പാണ് ആക്ച്വലി. സോ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ മലയാള സിനിമയിൽ ഈ പറയുന്ന ഈ ഇൻഡി മ്യൂസിക്സ് എന്ന് പറയുന്ന ഒരു ജോൺ വളരെ വേറൊരു സ്പേസിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ അവരെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു ലിറ്ററേച്ചറിൻ്റെ ഒരു പോയിൻ്റ് ഇതിനകത്തുണ്ട്. അതായത് ഒരു കഥാകൃത്തിൽ നിന്നാണ്, ഒരു നോവൽ എഴുതുന്ന ഒരാളിൽ നിന്നാണ് നമ്മൾ ക്യാരക്ടേഴ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പോഴും അതിൻ്റെ ഒരു സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ആ സ്പേസിലെ ആക്ടേഴ്സിനെ പോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ബാക്കിലും ഉള്ളവർ. അപ്പോൾ വരികൾ എഴുതുമ്പോൾ ആ വരികൾക്ക് അത്രയും ലളിതമായിരിക്കണം എന്നുള്ള കാര്യത്തിലും അത് കുറച്ച് മൂർച്ചയുള്ളത് ആകണം എന്നുള്ള ഒരു തോട്ടിലാണ് ഗൗരിയുടെ അടുത്ത് എത്തുന്നത്. പക്ഷേ ഗൗരി അത് വളരെ നന്നായി കൺസീവ് ചെയ്യും. അത് വളരെ നന്നായിട്ട് ആ സോങ് കൊണ്ടുവരികയും ചെയ്തു. എനിക്ക് തോന്നുന്നു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊരു മ്യൂസിക്കലാണെന്നതിനേക്കാളും കൂടുതൽ ഞാൻ അവരുടെ സ്പേസിലോട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഈ സിനിമയ്ക്ക് ഇത്രയും മ്യൂസിക് സ്പേസ് ഉണ്ടെന്ന് തോന്നി. ഇപ്പം ഈവൻ ഫോർ കുംബ്ലഗി നൈറ്റ്സ് ഐ എം ഷുവർ സുഷ്യൻ വർക്ക്ഡ് ഓൺ ഇറ്റ് ഫ്രം എ സ്പേസ് ഓഫ് ഇന്ത്യൻ മ്യൂസിക് ബിക്കോസ് മധുവേട്ടൻ ഗിറ്റാർ വായിക്കുന്നതാണ്, മധുവേട്ടൻ അറിയാവുന്ന. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ആർട്ടിസ്റ്റുകളാണെങ്കിലും നമുക്ക് എവിടെ നിന്നൊക്കെയാണ് റെഫറൻസുകളും ഇൻഫ്ലുവൻസുകളൊക്കെ വരുന്നത്, അതൊക്കെ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് നടന്നിട്ടുള്ളതാണ്. ഇറ്റ്സ് ദ റൈറ്റ് വേ ടു ഡു ഇറ്റ്. ഗൗരീസ് മ്യൂസിക് ഇസ് ഓൾവേസ് ബിൻ ഇൻഡിപെൻഡൻറ്റ്. സോ അങ്ങനെ ഓൾറെഡി കേട്ടിട്ടുള്ളൊരു മ്യൂസിക് നമുക്ക് സിനിമയിൽ വരുമ്പോൾ ഇറ്റ് ഇസ് എ ബിറ്റ് ഡിഫറെൻറ്റ്. ഐ ഹോപ്പ് സോ. സോ ഐ എം ഷുവർ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, സെയിം സ്ട്രക്ചറിലാണ് നേരത്തെ ചെയ്തിരുന്നത്. ഈ പറയുന്ന പോലെ ഇൻഫ്ലുവൻസുകളും നമ്മൾ ആഗ്രഹിക്കുന്ന ഓക്കെ ഇതുപോലെയല്ലല്ലോ, പുതിയത് വേണമല്ലോ എന്നുള്ള ഒരു കറക്റ്റ് ചിന്തയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ബട്ട് എൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആർട്ടിസ്റ്റ് നമ്മളെല്ലാവരും കേൾക്കണത്, അയാളുടെ സൗണ്ടും ഒരു പരിപാടി ഉണ്ടല്ലോ, അത് പടത്തിൽ വരുന്ന പ്രോബ്ലി ഇസ് ഗുഡ് ഫോർ മലയാള സിനിമ. കാരണം അത്രയ്ക്കും നല്ല പുതിയ ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇറ്റ്സ് അമേസിങ്. ഞാനും വെറുതെ ഇരുന്ന് പാട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് വെരി ഇൻസ്പയറിങ്. ഞാൻ അതുകൊണ്ടാണ് ചെയ്യണത്. ബിക്കോസ് ഇറ്റ്സ് ഇൻസ്പയറിങ് ഹൗ എവ്രിബഡി ഈസ് ഡൂയിങ് സോ ഗുഡ്. അപ്പോൾ ഇറ്റ്സ് എ ബ്ലെസ്സിങ് ദാറ്റ് വി ഗെറ്റ് ടു യൂസ് ദാറ്റ് ഇൻ അവർ ഫിലിം. മാത്രമല്ല സിനിമയുടെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും നല്ല ആർട്ടിസ്റ്റുകൾ അവരുടെ കംഫർട്ട് സോണുകളിൽ നിന്ന് മാറി അത് നന്നായിട്ട് എഫർട്ട് ചെയ്യുന്നതിൽ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിൽ ഇവിടെ ബംഗാളി ലാംഗ്വേജ് ഒക്കെ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു? ഈ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഈ സിനിമയിലൊരു ബംഗാളി പെൺകുട്ടിയുടെ ട്രാവൽ, ഒരു സെൻട്രൽ ക്യാരക്ടർ വരുന്ന അവരാണ്, അവരിലൂടെയാണ് കഥ ഇവരിലേക്കൊക്കെ എത്തുന്നത്. അത് ശരിക്കും ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ യാത്രയാണ്. അപ്പോൾ അവർ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ വന്ന് അത് വളരെ റൂറലായിട്ടുള്ള ബോൽപൂർ എന്ന് പറയുന്നൊരു ഗ്രാമത്തിലെ പെൺകുട്ടിയായിട്ടാണ് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൽക്കത്തയിലെ ബോൽപൂർ എന്ന് പറയുന്ന ഗ്രാമം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അതാത് നേറ്റിവിറ്റി പറഞ്ഞ 4 ഗ്രാമങ്ങളിൽ പോകുന്ന 4 സ്ഥലങ്ങൾ, ട്രിവാൻഡ്രം, മലപ്പുറം, തൃശ്ശൂർ ആൻഡ് പാലക്കാട്, ഈ 4 സ്ഥലങ്ങളും നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന അതാത് സ്ഥലങ്ങളിൽ തന്നെയാണ്. അതിൻ്റെ ലാംഗ്വേജും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ആ സിനിമയുടെ ഒരു ട്രാവലിൽ ഈ പറയുന്നതെല്ലാം മാറി മാറി വൈവിധ്യം വരുന്നുണ്ട്. ഇപ്പോൾ അമലൊരു നോവലിസ്റ്റാണ്, കാർട്ടൂണിസ്റ്റും കൂടിയാണ്. അത് ഇവിടെ ഗ്രാഫിക് നോവൽസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വെറും ഒരു റൈറ്റർ എന്നുള്ളപരി ഈ ഒരു ഗ്രാഫിക് നോവലിസ്റ്റ് കൂടി ആയതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു എഴുത്ത് പ്രോസസ്സിൽ ഒരു ഡയറക്ടർക്ക് എത്രത്തോളം ആ ഒരു കോൺട്രിബ്യൂഷൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? അമലൊരിക്കലും ലിറ്ററേച്ചറല്ല, അമൽ ഷോയാണ്. അമലിനെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിനകത്തുള്ളത്. പിന്നെ അത് പിന്നെ തിരിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിലെ ലിറ്ററേച്ചറിനെ അത് സിനിമയിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു മിക്സ് ആയിരിക്കുക. അത് ഈ സിനിമയിൽ എപ്പോഴും പറയാമെന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു ലിറ്ററേച്ചർ കൺസെപ്റ്റ് അതിനകത്ത് ആ സിനിമയിലുണ്ട്. പക്ഷേ ഇറ്റ്സ് എ സറ്റയറാണ്. ഈ പറഞ്ഞതുപോലെ ഗ്രാഫിക് നോവലിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു സറ്റയറിക്കലായിട്ടുള്ള, അത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ചെറിയ ലോകവും വലിയ മനുഷ്യരും എന്നൊക്കെ പറയപ്പെടുന്ന പോലുള്ള സാധനങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ട്. അത് ഭയങ്കര രസമുള്ളതാണ്. അത് സിനിമയിൽ വരുമ്പോഴും ഭയങ്കര രസം. പിന്നെ ഇപ്പോൾ ശ്രീനാഥ് ബാസിയുടെ കൊറിയോഗ്രാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് വേറെ തരത്തിലുള്ള ഒരു ക്യാരക്ടേഴ്സ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മുണ്ടോ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാടൻ, ആ ഒരു സെലക്ഷൻ ഞാൻ പറഞ്ഞത് അത് സ്വയം ഇപ്പോൾ സെലക്ട് ചെയ്യാൻ തുടങ്ങിയതാണോ അതോ അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണോ? I don't know. I'm still trying to, അത് എന്താ പറയുക, ഇപ്പോഴും മുണ്ടുകൊടുക്കാൻ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അല്ല, അതിപ്പോൾ ഈ ഒരു ഇത്രയും ഒരു 10 വർഷം 12 വർഷത്തെ ഒരു യാത്ര കഴിഞ്ഞപ്പോൾ ഇനി ഒരു മാറ്റം, അല്ലെങ്കിൽ ഇനി ഞാൻ ഇതിനൊരു ശ്രമം നടത്താമെന്ന് സ്വയം അങ്ങനെ ഒരു ആക്ടർ എന്ന രീതിയിൽ ഒന്ന് വേറെ തരത്തിലോട്ട് സഞ്ചരിക്കുന്നതാണോ? അതെ, എനിക്ക് തോന്നുന്നു ആദ്യം ബോറടിക്കുന്നത് എനിക്കായിരിക്കില്ലേ. ഇമേജ് അല്ലേ, പെർസീവ്ഡ് ഇമേജ് അല്ലേ, നമ്മൾ കാണുന്ന ഒരു സാധനമല്ലേ. അപ്പം ഞാൻ കുറച്ച് കൊല്ലങ്ങളായിട്ട് അതിന് ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഐ എം ഗെറ്റിംഗ് മോർ റോൾസ്. ഇപ്പോൾ കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള അപ്പോൾ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് താല്പര്യം എനിക്കില്ലേ. എസ്പെഷ്യലി അങ്ങനത്തെ ഒരു ഫിലിമാണെങ്കിൽ
അപ്പോൾ ആൾക്കാർ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോഴും ദേ ഓൾവേസ് ഓക്കെ ഇതിന് അവൻ കറക്റ്റായിരിക്കും. ഐ ലൈക്ക് ദി ഓപ്പോസിറ്റ്. അപ്പോൾ അത് ചിലപ്പോൾ വർക്കാവും ഭയങ്കര ഭംഗിയായിട്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരിക്കും ഒരാൾക്ക് തരാൻ സാധിക്കുന്നത് ചിലപ്പോൾ. അപ്പോൾ ഇപ്പോൾ വൈറസിൽ എനിക്ക് എന്നെ ആരും ഡോക്ടറാക്കി. സോ ഇറ്റ് വാസ് ഫൺ ടു ഡു ദാറ്റ് ആ ഒരു എന്താ പറയുക കാസ്റ്റിങ്ങിൽ വളരെയധികം വിശ്വസിക്കുന്നവരാണ്. അപ്പം എനിക്കങ്ങനെ കോൺഷ്യസ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലത്. നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ നല്ല നല്ല കഥാപാത്രങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഐ ട്രൈ ടു ചൂസ്. അല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ സോളോ ആണെങ്കിൽ ആ ഹീറോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ സിനിമയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് അതിൻ്റെ ഒരു ടെൻഷനാണോ അത് കൂടുതൽ അതൊരു എൻജോയ് ചെയ്യാണോ കൂടുതൽ ചെയ്യാറുള്ളത്? രണ്ട് രീതിയിൽ എടുക്കാമല്ലോ. അല്ല, നമ്മുടെ സോളോ എന്ന് പറയുമ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്, എന്നാൽ വേറെ തരത്തിൽ അതിനൊരു എൻജോയ്മെന്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് തോളത്ത് വെച്ചിട്ട് പോകാനായിട്ട്. ദാറ്റ്സ് ട്രൂ. അങ്ങനെയല്ല, ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്ലെസ്സിങ് ദാറ്റ് യു ഗെറ്റ് ടു മേക്ക് എ ഫിലിം. ഇങ്ങനെ കഥകൾ പറയാനും സിനിമ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു വളരെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഞാൻ എത്രയൊക്കെ ഇതിന്ന് പേടിച്ച് മാറിയാൽ എൻ്റെ ജോലിയാണ്. സോ ഐ ഹാവ് ടു ഇറ്റ്സ് ഹാർഡ് ടു എന്താ പറയുക വെയിറ്റും ടെൻഷനൊക്കെ ഉണ്ടാകുന്നൊരിക്കലും യു ഡോണ്ട് റിയലി തിങ്ക് അബൌട്ട് ഇറ്റ്. അതിലൊന്നും ഡൊല്ലിയാണ്ടിരിക്കലാണ് എൻ്റെ ജോലി ബേസിക്കലി. ഐ ട്രൈ ടു ടേക്ക് കെയർ ഓഫ് ദിസ് ഗൈ. അപ്പോൾ ഇറ്റ്സ് ഇപ്പോൾ എപ്പോഴും എന്താ പറയുക വിജയം ഒരു കർവാണെന്നും നഷ്ടം എപ്പോഴും ഡ്രൈവിംഗ് സീറ്റിലിടണം എന്നുള്ളൊരു വിശ്വാസം എനിക്ക് എപ്പോഴും ഐ ട്രൈ ടു കീപ് മൈ സെൽഫ് ഗ്രൗണ്ടഡ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ വലിയ ടെൻഷനായിട്ട് തോന്നും. ഇപ്പോൾ അളിയനോട് ചോദിച്ച പോലെ ഐ ഡോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. അതാണ്. അപ്പോൾ എന്തായാലും 21-ാം തീയതിയാണ് റിലീസ്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എല്ലാവരും അതൊരു ഫാമിലി ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വരണം, സിനിമ കാണണം. ഒരു നല്ല താരനിര പോലെ തന്നെ ശ്രീനാഥ് വാസി, ചെമ്പൻ ജോസ്, സുധി കോപ്പ, സെന്തിൽ, പിന്നെ അസീസ് നെടുമങ്ങാട്, പ്രിയംവദ കൃഷ്ണൻ, പിന്നെ ബംഗാളി ആർട്ടിസ്റ്റായ പൂജാദേവ്, ഒപ്പം തന്നെ ബംഗാളികളായിട്ടുള്ള ഒരു 14 ആർട്ടിസ്റ്റുകൾ വേറെ അഭിനയിച്ചിട്ടുണ്ട്. ടോട്ടലായിട്ടൊരു ട്രാവലായിട്ടുള്ളൊരു ഭയങ്കരമായ ബ്ലാസ്റ്റുകളൊന്നും ഇല്ലെങ്കിലും വളരെ മനോഹരമായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കുടുംബം ഒത്തിരുന്ന് കാണാൻ പറ്റുന്നൊരു ചിത്രമാണ്. അപ്പോൾ എല്ലാവരും വരണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, വിജയിപ്പിക്കണം. അതാണ് ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. ശ്രീനാഥ് ബാസി നമ്മൾ കഴിഞ്ഞ വർഷം മഞ്ഞുമല്ല സുഭാഷായിട്ടാണ്, ഇനിയിപ്പോൾ ഈ വർഷം തുടക്കം വരുന്നു. ഐ ഹോപ്പ് ഐ വിൽ ഗെറ്റ് ടു ഡു ഡിഫറെൻറ്റ് റോൾസ്. ഇതുപോലെ ഇപ്പം മഞ്ഞുമലിൻ്റെ ഷൂട്ട് കുറേ സമയം എടുത്തപ്പോൾ ബാക്കിയുള്ള പടങ്ങളും ഇത് ഇതിന് മുൻപ് തീർത്തവടാ ബിഫോർ മഞ്ഞുമൽ ഫിനിഷ് ചെയ്ത സിനിമ. അപ്പം ഇറ്റ്സ് എ ബ്ലെസ്സിങ് ദാറ്റ് യുവർ ഫിലിംസ് ഗെറ്റ് എ റിലീസ്. അപ്പോൾ ഐ എം താങ്ക്ഫുൾ ടു all my films so that we can bring this out, we have an opportunity to, കാരണം it's difficult to make ഇങ്ങനത്തെ പടങ്ങൾ and to have release അല്ലേ. It's very and ഇപ്പോൾ പറഞ്ഞ പോലെ it's a very humble cast നമ്മൾ എല്ലാവരും, and it's a blessing to work with all of them. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ I hope people will have a great time. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഇതിന് കൂടെ ആർട്ടിസ്റ്റിനെ പോലെ തന്നെ ഒരു നല്ലൊരു ടെക്നിക്കൽ ഗ്രൂപ്പിനെ എനിക്ക് എൻ്റെ കൂടെ സപ്പോർട്ടിനുണ്ടായി. ഒന്ന് നീൽ ഡി കുഞ്ഞ സിനിമാറ്റോഗ്രാഫി, 2 മനോജ് എഡിറ്റർ, പിന്നെ ജയദേവൻ ചക്കാടത്താൻ്റെ ഷമീർ അഹമ്മദ് അവർ സൗണ്ട് ഡിസൈനിങ്, പിന്നെ ഗൗരിലക്ഷ്മി ലിറിക് മ്യൂസിക്, ഗൗരിലക്ഷ്മിയും ഹസ്ബൻഡ് ഗണേഷും കൂടെ ചേർന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നു. പിന്നെ ശ്രീക് വാര്യർ ആണ് കളർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് ഇപ്പോൾ അതിൽ ഞാൻ മാത്രമാണ് ഒന്ന് നിൽക്കുന്നതെങ്കിലും എന്നോടൊപ്പം സപ്പോർട്ട് ചെയ്യാൻ ഇവരെല്ലാവരും ഉണ്ടായിരുന്നുണ്ട്. ആ സിനിമ തീർച്ചയായിട്ടും അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നു ടീച്ചറൊക്കെ വരുമ്പോൾ എൻ്റെ വിഷ്വലൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നതായിട്ട് എനിക്ക് ബോധ്യമാകുന്നുണ്ട്. പക്ഷേ എനിക്കൊരു ഭാഗ്യം കിട്ടിയത് എൻ്റെ 1ാമത്തെ സിനിമ എനിക്ക് ഇത്രയും ആക്ടേഴ്സിൻ്റെ കൂടെയും 2 ഇത്രയും ടെക്നീഷ്യന്മാരുടെ കൂടെ ഒന്ന് എനിക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു ഭാഗ്യം ഉണ്ട്. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ സിനിമ തിയേറ്ററിൽ പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. പ്രേക്ഷകർ സിനിമയും ഈ പറഞ്ഞ ഇവരുടെ അഭിനയം എല്ലാം ചർച്ചയാവട്ടെ. താങ്ക് യു.